ന്യൂസ് മാം സ്റ്റാർട്ട് ചെയ്തോട്ടെ. ആ ആ ഓക്കെ. പ്രിയപ്പെട്ടവരെ, ഗുഡ് മോർണിംഗ്. നമ്മുടെ ദിനങ്ങൾക്ക് പ്രചോദനവും ദിശാബോധവും പകർന്നു നൽകുന്ന ഡിവിഷന്റെ 293 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഡിജിറ്റൽ വിപ്ലവത്തിന്റെ മധ്യത്തിൽ വളരുന്ന പുതിയ തലമുറയുടെ മനഃശാസ്ത്രവും അവരുടെ ജീവിതത്തിലെ വെല്ലുവിളികളും ഒരു സമൂഹം എന്ന നിലയിൽ നാം നൽകേണ്ട പിന്തുണയും തിരിച്ചറിയുക എന്നത് ഇക്കാലത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു സുപ്രധാനമായ വിഷയമാണ് ഇന്നത്തെ അതിഥി നമ്മോട് സംസാരിക്കുന്നത്. ആൽഫ, എ ജനറേഷൻ അറ്റ് ക്രോസ് റോഡ്സ് എന്നതാണ് ഇന്നത്തെ ടോപ്പിക്. ഈ വിഷയത്തിൽ നമ്മളോടൊന്ന് സംസാരിക്കുന്നത്, ആ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ വളരെ അനുയോജ്യനായൊരു വ്യക്തിത്വമാണ് ശ്രീ അബ്ദുള്ളക്കുട്ടി PT. അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിലും സാഹിത്യത്തിലും MA അതുപോലെ MEd ബിരുദങ്ങൾ കരസ്ഥമാക്കിയ വ്യക്തിത്വമാണ്. സ്കൂൾ കോളേജ് തലങ്ങളിലായി 18 വർഷത്തെ ദീർഘമായ അധ്യാപന പരിചയവും 12 വർഷത്തെ പ്രിൻസിപ്പൽ പദവിയിലുമുള്ള അനുഭവ സമ്പത്തും കൈമുതലായിട്ടുള്ള പ്രഗത്ഭനായൊരു വിദ്യാഭ്യാസ വിചക്ഷണനാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. നിലവിൽ കൊടുവള്ളി KMO ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ വെളിച്ചം വീശിയ നല്ലൊരു അധ്യാപകനും മാർഗദർശിയുമാണ്. അക്കാദമിക് മികവിനൊപ്പം തന്നെ വ്യക്തിത്വ വികസന മേഖലയിലും തൻ്റെതായ കൈമുദ്ര പതിപ്പിച്ച അദ്ദേഹം ഒരു NLP വെരിഫൈഡ് മാസ്റ്റർ പ്രാക്ടീഷണറും ട്രാൻസാക്ഷണൽ അനലിസ്റ്റും കൂടിയാണ്. സാറിനെ ഏറെ സ്നേഹത്തോടെ സിജിയുടെ ഇന്നത്തെ ഡിവിഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്നത്തെ ലൈവ് സെഷനിൽ നമ്മോടൊപ്പം പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസിനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രോഗ്രാം ഡയറക്ടർ ന്യൂസിയ മാഡം, ടീം ഇൻചാർജ് സീനത്ത് മുനീർ, ഇന്ന് പുതുതായി നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്ന ആളുകൾ, സ്ഥിരം പ്രേക്ഷകർ, എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഓവർ ടു ഗസ്റ്റ്. സർ, പ്ലീസ്. ഗുഡ് മോർണിംഗ്. ഏറ്റവും ബഹുമാനപ്പെട്ട ഈ പ്ലാറ്റ്ഫോമിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഭാരവാഹികൾ, അതോടൊപ്പം ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ കൂടി അംഗമായ ഈ ഗ്രൂപ്പിലെ എൻ്റെ മറ്റു പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും കൃത്യമായ മനോഹരമായ ഒരു ദിവസം ആദ്യമായിട്ട് ആശംസിക്കുകയാണ്. ഞാൻ ഈ ഒരു ഇതിലെ പങ്കാളികളായ ആളുകളുടെ ലിസ്റ്റ് ജസ്റ്റ് ആരൊക്കെ അതിൽ കേൾക്കുന്നത് എന്നുള്ളത് വെറുതെ ഒന്ന് എടുത്തു നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നിയത്, ഈ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിൽ എപ്പോഴും വിളിച്ചാൽ ഫോൺ എടുക്കാത്ത എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ 1-2 ആളുകളൊക്കെ ഇതിനകത്തുണ്ട്. അവരൊക്കെ ഇത് ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ അവരിതിന്റെ ഭാഗമാണെന്ന് അറിഞ്ഞതിൽ അവർ സ്ഥിരമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുകയും ആ യാത്ര ചെയ്യുന്ന ട്രെയിനിനെ കുറിച്ച് മനോഹരമായിട്ട് ഗ്രൂപ്പിലൊക്കെ എഴുതിയൊക്കെ ചെയ്യുന്ന ആളാണ്. ഇനി പേര് ഞാൻ പറയേണ്ടതില്ലാത്ത വിധം മനസ്സിലായ ആളുകളായിരിക്കും ഇവിടെ. എൻ്റെ പഴയ കൊളീഗ്സുകളാണ്, അങ്ങനത്തെ ആളുകളുണ്ട്. കൂടാതെ ഏറ്റവും ബഹുമാനപ്പെട്ട ഷാനുക്ക, അദ്ദേഹം അടക്കമുള്ളവരൊക്കെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ വളരെയധികം സന്തോഷം. ഈ ഒരു സംവിധാനത്തിന്റെ ഭാഗമായി ഈ ഒരു സെഷനിൽ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചതിലെ സന്തോഷം ആദ്യമായിട്ട് പങ്കുവെക്കുകയാണ്. ഇവിടെ കൂടുതൽ ഔപചാരികതകൾക്ക് പ്രസക്തി ഇല്ലാത്തതും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വിഷയത്തെ അഡ്രസ് ചെയ്യുക എന്നുള്ളതും ആ ഒരു പ്രശ്നം മാത്രം പറഞ്ഞു പോവാതെ അതിന്റെ സാധ്യമായ ഒരു പരിഹാരങ്ങളെ കുറിച്ച് കൂടി സംസാരിക്കുക എന്നുള്ളതും ആവശ്യമായതുകൊണ്ട് മറ്റ് ഔപചാരികതകളിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മള് നിലവിൽ ഇപ്പൊ നേരത്തെ പരാമർശിക്കപ്പെട്ടതുപോലെ കുട്ടികളുമായിട്ട് ഏകദേശം ഒരു 16 വർഷത്തോളം അല്ലെങ്കിൽ 18 വർഷത്തോളം ഇങ്ങനെ നിരന്തര സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വിവിധ ഏജ് ഗ്രൂപ്പുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, വിവിധ ആളുകളുടെ പ്രശ്നങ്ങളെ കുറിച്ച് കേൾക്കാൻ നിർബന്ധിതനാവുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ പോവേണ്ടി വരികയും ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഒരുപക്ഷെ ഈ വിഷയത്തിൽ എന്നെക്കാൾ കൈകാര്യം ചെയ്യുന്നവർ, അറിയുന്നവരായ ഒരുപാട് ആളുകൾ, ഇപ്പൊ ഷാരൂഖ് അടക്കമുള്ള ആളുകളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ അതില് ഈ ചേഞ്ച് ചെയ്യപ്പെടുന്ന, മാറി വന്ന പുതിയ ജനറേഷനുകൾ, വളരെ ഒരു 10-15 വർഷങ്ങൾക്കിടയിൽ മാറുന്ന പുതിയ ജനറേഷൻ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ജനറേഷൻ മാറിയ ജനറേഷൻ ആണ് എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഇവരുടെ ഒരു ഫീച്ചേഴ്സ്, എന്താണ് ഇതിനൊരു പരിഹാരം, അതല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ അഡ്രസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ചെറിയ രൂപത്തിൽ പരാമർശിച്ച് അതിനൊന്ന് ടച്ച് ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമാണ് നീ കൂടിയിരിക്കുന്നതിന്റെ പരമമായ ഉദ്ദേശം.
ജനറേഷൻ ആൽഫ എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ഇവിടെ കൂടി എല്ലാവർക്കും അറിയുന്നത് പോലെ 2010 മുതൽ ഏകദേശം 2025 വരെയുള്ള അല്ലെങ്കിൽ 2024 ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കിടയിലേക്ക് ഈ ഭൂമിയിലേക്ക് ഭൂജാതരായ ആളുകളെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജനറേഷൻ എങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ടൈറ്റിൽ കൊടുത്തതിന് ജനറേഷൻ ആൽഫ അറ്റ് ക്രോസ് റോഡ്സ് എന്നുള്ളത് പ്രത്യേകം ബോധപൂർവം മെൻഷൻ ചെയ്തതാണ്. ഞാനതിന് ആദ്യം പേരിടാൻ ഉദ്ദേശിച്ചിരുന്നത് ജനറേഷൻ ആൽഫ ജനറേഷൻ അറ്റ് ഡിലമ എന്നുള്ള രീതിയിലായിരുന്നു. അതായത് ഒരു പ്രത്യേക തരം ധർമ്മസങ്കടം നേരിടുന്ന ഒരു വലിയ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ജനറേഷൻ, കമ്മ്യൂണിറ്റി എന്നല്ല ഒരു ജനറേഷൻ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രസക്തമായ വിഷയം. കാരണം ഇവരെ ഡീൽ ചെയ്യുന്നത് ഇതിനു മുമ്പുള്ള മില്ലേനിയൽസോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ആളുകളോ ആണ് പ്രധാനമായിട്ട്. ജനറേഷൻ സെഡ് അല്ലെങ്കിൽ ജനറേഷൻ ജെൻസി എന്ന് പറയുന്ന ആളുകൾ എന്ന് വിഭിന്നമായി ഇവരുടെ ഒരു പ്രത്യേകത പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ ബോൺ ഇൻ ഫുൾ ഡിജിറ്റൽ വേൾഡ് എന്നുള്ളതാണ്. ഇതിനു മുമ്പുള്ള ജെൻസി ആണെങ്കിൽ ഈ ഡിജിറ്റൽ വേൾഡിന്റെ മുമ്പ് കാലത്തും ആ ഡിജിറ്റൽ വേൾഡിന്റെ തുടക്കകാലവും പിന്നീട് ഈ പറയുന്ന ഫുൾ ഡിജിറ്റൽ യുഗവും അനുഭവിക്കുന്ന, ആസ്വദിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ജനറേഷൻ ആയിരിക്കാം. എന്നാൽ ഈ ആൽഫ ജനറേഷൻ എന്ന് പറയുന്ന 2010 ശേഷം അല്ലെങ്കിൽ 10 മുതൽ ഇപ്പോൾ ഉള്ള ഈ ബീറ്റ ജനറേഷനിലേക്ക് എത്തുന്ന വരെയുള്ള കാലഘട്ടത്തിലുള്ള ഈ ഒരു കുട്ടികൾ അല്ലെങ്കിൽ ഏകദേശം ഒരു 10 മുതൽ 15 വയസ്സിന്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും അവരെ ഡീൽ ചെയ്യുന്ന രക്ഷിതാക്കളും ഡീൽ ചെയ്യുന്ന പാരന്റ്സും ഡീൽ ചെയ്യുന്ന സൊസൈറ്റിയും അവരും ഇവരെ കുറിച്ച് വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ്. റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഒരു കവിതയുണ്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അത് റോഡ് നോട്ട് ടേക്കൺ, എല്ലാവരും പറയുകയും കേൾക്കുകയും ചെയ്യാറുള്ളതാണ്. വല്ലാത്തൊരു കൺഫ്യൂഷൻ, അതായത് രണ്ടാളുകൾ ഒരാൾ സഞ്ചരിക്കുന്നിടത്ത് ഒരു വഴി രണ്ടിടത്തേക്ക് വേർപിരിഞ്ഞു പോകുമ്പോൾ അതിൽ ഏത് വഴി ചൂസ് ചെയ്യണം എന്ന് പറയുന്ന വല്ലാത്തൊരു കൺഫ്യൂഷനെ പ്രതിപാദിക്കുന്ന ആ കവിതയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത്, നോർമലി നമ്മൾ ചൂസ് ചെയ്യാൻ സാധ്യത ഉള്ളത് എപ്പോഴും മുൻപിലേക്ക് നോക്കിയതിന് ശേഷം കൂടുതൽ ആളുകൾ ഉപയോഗിച്ച വഴി ഏതാണോ ആ വഴി ചൂസ് ചെയ്യാനാണ് പലപ്പോഴും പലരും ആഗ്രഹിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഈ കുട്ടികളുടെ മുമ്പിൽ അങ്ങനെ ഒരു വഴി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് പറയാൻ പറ്റുക. കാരണം ഈ ഒരു ഈ ഒരു ഡിജിറ്റൽ യുഗത്തില് എന്ത് പോകണം, എങ്ങനെ മാറണം എന്നുള്ള വല്ലാത്തൊരു കൺഫ്യൂഷൻ ഇവർക്കുണ്ട്. എന്നാൽ ഇവരെ ഗൈഡ് ചെയ്യേണ്ട പാരന്റ്സ് ആയ നമ്മൾ ഇവര് മക്കൾ ഉണ്ടായല്ലോ എന്നുള്ളതിന്റെ പേരിൽ മാത്രം കൂടുതൽ ആളുകളും സമാധാനം നഷ്ടപ്പെട്ടും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. ഇപ്പൊ ഈ മക്കളെ കുറിച്ചോർത്ത് രക്ഷിതാക്കളും രക്ഷിതാക്കളെ കുറിച്ചോർത്ത് മക്കളും വല്ലാതെ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു കാലം. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, മക്കളെ കുറിച്ച് രക്ഷിതാക്കളും രക്ഷിതാക്കളെ കുറിച്ച് മക്കളും എന്നുള്ളതിന് നമ്മൾ കമ്പാരിസൺ മാത്രം എടുത്താൽ മതി. മുമ്പ് കാലത്ത് നമ്മൾ രക്ഷിതാക്കൾ മക്കളെ മറ്റു മക്കളുമായിട്ട് കമ്പയർ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കമ്പയർ ചെയ്യുന്നതിനേക്കാളേറെ മക്കൾ രക്ഷിതാക്കളെ കമ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ അങ്ങനെയാണ്, എന്തുകൊണ്ട് ഇവിടെ അങ്ങനെയല്ല? അവിടെ അങ്ങനെയുണ്ട്, എന്തുകൊണ്ട് നമുക്ക് അങ്ങനെയില്ല? അവിടെ ആ വാഹനം ഉണ്ട്, എന്തുകൊണ്ട് ഇവിടെ ആ വാഹനം ഇല്ല? അതല്ലെങ്കിൽ ആ വാപ്പ അല്ലെങ്കിൽ ആ രക്ഷിതാവ് ആ പിതാവ് അത്രയും സോഫ്റ്റ് ആണ്, അത്രയും ഉഷാറാണ്, എന്തുകൊണ്ട് എനിക്ക് മാത്രം അങ്ങനെയില്ല? എന്തുകൊണ്ട് നിങ്ങൾ മാത്രം ഇങ്ങനെ ആയിപ്പോയി? ഒരു വല്ലാത്തൊരു കോൺഫ്ലിക്റ്റ് ഈ രണ്ട് കൂട്ടത്തിനിടയിൽ അല്ലെങ്കിൽ പാരന്റ്സിനും കുട്ടികൾക്കും ഇടയിൽ നടക്കുന്ന ഒരു കാലം. ആ ഒരു കാലത്ത് എന്താണ് ഇനി മാർഗം? അതല്ലെങ്കിൽ എന്താണ് ഇതൊരു പ്രശ്നമല്ലല്ലോ, മാറുന്ന ഒരു ജനറേഷൻ, ഇറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. കാരണം ഈ ജനറേഷൻ ഇങ്ങനെയായി എന്നുള്ളതിന് നമുക്ക് ഒരിക്കലും ഒരു പ്രശ്നമായിട്ട് പറയാൻ സാധിക്കില്ല. പകരം ഈ കാലഘട്ടത്തിലെ ഈ സമൂഹത്തെ, ഈ ഒരു വളർന്നു വരുന്നവരെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളവരായി നമ്മൾ മാറുക എന്നുള്ളതാണ് സൊല്യൂഷൻ. ഒരു ടീച്ചിങ് കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്കും ആൽഫ ജനറേഷനിലെ രണ്ട് മക്കളെ കൈകാര്യം ചെയ്യുന്ന ഒരു പിതാവ് എന്നുള്ള നിലക്കും ഞാൻ ഇതിനെ രണ്ടിനെയും പ്രതിനിധീകരിക്കുന്ന ആളാണ്. ആ ടൈപ്പ് ആളുകളൊക്കെ അതിലുണ്ടാവും. പലപ്പോഴും ഈ ആൽഫ ജനറേഷന്റെ പ്രശ്നത്തെ ആൽഫ ജനറേഷനിലുള്ള മക്കൾ ഇല്ലാത്തവർക്ക് ഒരു പക്ഷേ കൃത്യമായിട്ട് അവരതിനെ അനലൈസ് ചെയ്തിട്ടുണ്ടാവുന്നല്ലാതെ നേരിട്ട് അത് അഭിമുഖീകരിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അവർ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നുള്ളത് ഒരു പാരന്റ് എന്നുള്ള നിലക്ക് ഒരു പ്രശ്നമായിട്ട് അവിടെ നിന്നേക്കാം. എന്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്, എത്ര വലിയ പ്രശ്നങ്ങളൊക്കെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കുന്ന ചിലരെങ്കിലൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ അവരെ ഡീൽ ചെയ്യുന്ന ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതേ ധർമ്മസങ്കടം അവരുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളതാണ്. ശരിക്ക് ഇവരെവിടെയാണ് ഒരു ക്രോസ് റോഡ്സ് എന്ന് പറയുന്നത്, എവിടെയാണ് ഇവർ രണ്ട് വഴികൾ കണ്ടുമുട്ടി ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് എടുത്തു കഴിഞ്ഞാല്, ശരിക്കും പറഞ്ഞാല് ഒന്ന് ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഇവരൊരു ഡിജിറ്റൽ നേറ്റീവ്സ് ആയി മാറുന്നിടത്ത് ഒരു ഹ്യൂമൻ കണക്ഷൻ വിട്ടു പോകുന്നു എന്നുള്ളതാണ്. അതിനെങ്ങനെ ഡീൽ ചെയ്യാന്നുള്ള ഒരു പ്രശ്നം അവിടെ നമ്മുടെ മുമ്പിലുണ്ട്. അതായത് ഡിജിറ്റൽ ആയിട്ട് നമുക്ക് ഇതൊന്നും ഞാൻ പറയേണ്ടതില്ലാത്ത ഇത് നമുക്കറിയാം. നമ്മുടെ കയ്യിലൊരു ഗാഡ്ജറ്റിന് ചെറിയൊരു തകരാറ് സംഭവിച്ചാൽ
നമ്മൾ ഇതൊരു പ്രശ്നമാണ്, അതല്ലെങ്കിൽ ഒരു മൊബൈൽ ടെക്നീഷ്യന്റെ അടുത്ത് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മുടെ മുമ്പിൽ ഈ ജനറേഷനിലുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്താൽ ഒരു 90% ഇഷ്യൂസിനും പരിഹാരം കണ്ടെത്താൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ മനുഷ്യ സഹജമായ പ്രശ്നങ്ങൾക്കൊന്നും പലപ്പോഴും ഇവരുടെ മുമ്പിൽ സൊല്യൂഷൻ ഇല്ല താനും. അതിനേക്കാൾ ഉപരി ഹ്യൂമൻ കണക്ഷൻ എന്ന് പറയുന്ന സംഗതി പാടേ ഇല്ലാതായി പോകുന്നതാണ്. ഒരുപക്ഷെ എന്റെ ഒരു പിതാവ് അതല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ അടക്കമുള്ള ഒരു ജനറേഷൻ അല്ലെങ്കിൽ എന്റെ തൊട്ട് മുമ്പുള്ള ഒരു ജനറേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു കുടുംബ ബന്ധം പറയുമ്പോൾ നമ്മളൊരു 2, 3, 4, 5 അല്ലെങ്കിൽ കുറച്ചപ്പുറം തലമുറയിലേക്ക് അവരെന്റെ കുടുംബത്തിലെ അല്ലെങ്കിൽ ഈ വാപ്പാന്റെ അനിയന്റെ മൂത്തപ്പാന്റെ അല്ലെങ്കിൽ ഇളാപ്പാന്റെ അമ്മായിയുടെ അല്ലെങ്കിൽ അച്ഛന്റെ ഇങ്ങനെ പറഞ്ഞു പോകാൻ കഴിയുമായിരുന്നു. പക്ഷെ ഈ ജനറേഷനിലെ കുട്ടികളെ നിങ്ങൾ എടുത്തു നോക്കിയാൽ അവർക്ക് സ്വന്തം മാതാപിതാക്കളുടെ ജ്യേഷ്ഠാനിയന്മാർ, സഹോദരി സഹോദരന്മാർ, അവരുടെ മക്കൾ എന്നുള്ള ആ ഒരു സംഗതിക്ക് അപ്പുറത്തേക്ക് ചോദിച്ചാൽ ഇവരെന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയാത്ത ഒരു സംഗതി ഉണ്ട്. എന്നാൽ ഡിജിറ്റൽ സംഗതിയെക്കുറിച്ച് ആഴത്തിൽ ഇവർക്ക് അറിയാൻ കഴിയുന്നു, പറയാൻ കഴിയുന്നു എന്നുള്ളതാണ്. അവിടെ തന്നെ ഒരു ക്രോസ് റോഡ് എന്താണ്, ഒരു കൺഫ്യൂസിങ് സംഗതി അവിടെ വരുന്നുണ്ട്. ഒന്നിനെ കുറിച്ച് ആഴത്തുള്ള അറിവ് കിട്ടുന്നിടത്ത് തന്നെ മറ്റൊന്നിനെ കുറിച്ച് ഏറ്റവും അനിവാര്യമായ ബന്ധങ്ങളെ കുറിച്ച് ബോധ്യം ഇല്ലാതെയാവുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നു. മറ്റൊന്ന്, ഇവരെ സംബന്ധിച്ചിടത്തോളം അൺലിമിറ്റഡ് ഇൻഫർമേഷൻ ആണ്. എന്ത് ചോദിച്ചാലും ജെമിനിയോടും ചാറ്റ്ജിപിടിയോടും ഗൂഗിളിൽ നിന്നും അവൈലബിൾ ആവുന്നിടത്ത് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന സംഗതി ഇതൊന്നും ലോകത്ത് ആർക്കും ഇല്ല എന്നൊന്നുമല്ല പറയുന്നത്. പൊതുവേ നമുക്ക് ഈ വക പ്രശ്നങ്ങളെ ഒരിക്കലും ജനറലൈസ് ചെയ്യാനും സാധിക്കില്ല, കാരണം ഇതെല്ലാം ഉള്ള പലരും ഉണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി നമ്മൾ ജനറലൈസ് ചെയ്യുന്നത് ഒരു ഭൂരിപക്ഷത്തെ അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗത്തെ കുറിച്ച് കമ്പയർ ചെയ്തുകൊണ്ടാണ്. നമ്മൾ ഈ കുട്ടികൾ എങ്ങനെ കാണുമ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന ഒരു സംഗതി ഇവരിൽ പലരുടെയും അയലത്ത് പോലും പോയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ദർ ഇസ് നോ ലാക്ക് ഓഫ് ഇൻഫർമേഷൻ എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് അവിടെ ഉണ്ട്. ഇവരോട് ചോദിച്ചാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തിനും ഇവരുടെ കയ്യിൽ ഉത്തരണ്ട്, വിരൽ തുമ്പിൽ ഇത് സെർച്ച് ചെയ്തെടുക്കാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ പരീക്ഷകളൊക്കെ ആവുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു വിഷയം, കുട്ടികൾ ആരും ഡേ ടു ഡേ പഠിക്കുന്നൊന്നുമില്ല. മുമ്പ് കോളേജുകളിലൊക്കെ കണ്ടിരുന്ന ഒരു ട്രെൻഡാണ്. കോളേജുകളിൽ കാണുന്ന സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് കോളേജ് കാലത്തെ നമ്മൾ നന്നായിട്ട് ആസ്വദിക്കുന്നു. പക്ഷെ പരീക്ഷയുടെ ഒരു 1, 2 മാസം മുമ്പ് ഇതിന് തയ്യാറെടുത്ത് നിരന്തര പഠനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ആ ഒരു പരീക്ഷയെ അഭിമുഖീകരിക്കുകയും ജയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്നാൽ ഇന്ന് സ്കൂളുകളിലടക്കം കുട്ടികള് ഡേ ടു ഡേ പഠനത്തിലേക്ക് നോക്കിയാൽ അവരെല്ലാം പഠിച്ച് എല്ലാം ചെയ്തു. വീട്ടിൽ ചെറിയ മക്കളുണ്ടെങ്കിൽ ചോദിച്ചാൽ മനസ്സിലാവും, അവരുടെ ഹോംവർക്കുകൾ അവർ ചെയ്യുന്നുണ്ടാവും. ഹോംവർക്ക് ചെയ്താൽ ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് കുട്ടികൾ പൊതുവെ പറയാറുള്ളത്. അതിനുശേഷം പിന്നീട് ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ പരീക്ഷാ തലേന്ന് ഇവർക്ക് കിട്ടുന്ന ആ ഒരു ഓൺലൈൻ ക്ലാസ്സുകളാണ്. അതിനെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഓൺലൈൻ മീഡിയകളുണ്ട്. അത് പല പല സൊല്യൂഷൻസ്, പല പേരിലുള്ള സംഗതികൾ അത് ഉണ്ടായേക്കാം. ഇവര് കാത്തിരിക്കുന്നത് ഒരു വർഷത്തെ ക്ലാസ്സിനല്ല, പകരം ആ ഒരു ദിവസത്തെ ഓൺലൈൻ ക്രാഷ് കോഴ്സ് അല്ലെങ്കിൽ ഒരു ക്ലാസ് ഒപ്പീനിയനെ കുറിച്ച് മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. അവിടെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന ഒരു സംഗതി ആ ഒരു കുട്ടികളിൽ നിന്ന് പാടേ അകലം നിന്ന് പോകുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, അക്കാഡമിക് ഹൈറ്റ്സുകൾ വളരെ കൂടുതലാണ് അവരുടെ മുമ്പിൽ. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇമോഷണൽ ബിലോങ്ങിങ്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. അപ്പൊ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, SSLC ഈ സ്കൂൾ ഫീൽഡിലുള്ള ഒരു ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത് മനസ്സിലാവും. SSLC പരീക്ഷയ്ക്ക് നമ്മൾ വരും വർഷത്തില് പഴയ കാല സിസ്റ്റം തിരികെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. നമുക്കറിയാം പഴയ 225 ഒരു കാലം, അത് ഇമ്മീഡിയറ്റ് പോസിബിൾ അല്ല എന്നുള്ളതാണ് ഈ ഫീൽഡിൽ നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. കുട്ടികള് ഇപ്പൊ വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞു, അർജന്റീന ഫൈനലിൽ തോറ്റു. അന്ന് തമാശക്കൊക്കെ പലരും പറഞ്ഞിരുന്നു, ഞാനൊരു അർജന്റീന ഫാനാണ്, ഇനി അങ്ങനെ അല്ലാത്ത ആളുകൾ വേറെ പ്രത്യേകിച്ചൊന്നും അതിൽ പറയരുത്. കാരണം എല്ലാ കളിയിലും 9ാം ക്ലാസ് വരെ സർക്കാർ ജയിപ്പിക്കുള്ളൂ, 10ാം ക്ലാസ്സിൽ നമ്മൾ തന്നെ ജയിക്കണം എന്ന് തമാശയിൽ കൂടെ പറഞ്ഞിരുന്നു. സെമി വരെ അങ്ങനെയൊക്കെ എത്തി, സെമിയിൽ നിന്ന് റിസ്ക് എടുത്തു എന്നൊക്കെ പറയുന്ന കോമഡി തമാശയിലൂടെ പറയാറുണ്ടായിരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു 9ാം ക്ലാസ് വരെ സിമ്പിൾ ആയിട്ട് ജയിച്ചു പോരുന്നു എന്നതിനപ്പുറത്തേക്ക് 10ാം ക്ലാസ്സിൽ ഇനി കുട്ടികൾക്ക് തോൽക്കാൻ കഴിയില്ല. നമ്മൾ എത്ര ആള് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, മിനിഞ്ഞാന്ന് ഒരു പ്രധാനമായി ന്യൂസ് ആയിട്ട് പത്രങ്ങളിലും അല്ലെങ്കിൽ ചാനലുകളൊക്കെ ചർച്ച ചെയ്തിരുന്നതിൽ ഒരു വാർത്തയാണ്, ഈ ലേണിംഗ് ഡിസബിലിറ്റി കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് വല്ലാതെ മിസ്യൂസ് ചെയ്യുന്നു, അതിൽ അന്വേഷണം നടത്തുന്നു മന്ത്രി പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു. അത് റിയാലിറ്റിയാണ്. അതായത് കുട്ടികൾക്ക് പഠിക്കാൻ കഴിവുണ്ടായിട്ട് അഥവാ പഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അതല്ലെങ്കിൽ അവർക്ക് ഒറിജിനലി അവർക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ, 40% ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് ആ സർട്ടിഫിക്കറ്റ് ലഭ്യമാണ്. ആ സർട്ടിഫിക്കറ്റ് വെച്ച് സ്ക്രൈബിനെ വെച്ച് പരീക്ഷ എഴുതാം. സ്കൂളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ആ ഒരു പെർസെന്റേജ് ഓഫ് സക്സസ് റേറ്റ് നിലനിർത്താനായിട്ട് സാധിക്കും. എന്നാൽ അതിനെ ഒരു കുട്ടിക്ക് ഇൻ കേസ് പഠിക്കാൻ ജയിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ
എങ്ങനെയെങ്കിലും ബ്ലാക്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അവർ സ്ക്രൈബിന് വെച്ച് പരീക്ഷ എഴുതിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. ഒരു റിയാലിറ്റിയാണത്. ഞാൻ കഴിഞ്ഞ വർഷം എന്റെ നാട്ടില് മലപ്പുറം ജില്ലയിൽ ഒരു സ്കൂളിലേക്കുള്ള ഒരു ഡാറ്റ വെറുതെ ഒന്ന് അന്വേഷിച്ച സമയത്ത് അവിടെ ഇൻവിജിലേറ്റർ ആയിട്ട് പോയ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു സംഗതി, 500 ചില്ലാനം കുട്ടികൾ പരീക്ഷ എഴുതുന്ന ഒരു എയ്ഡഡ് സ്കൂളിൽ 300-നടുത്ത് കുട്ടികൾ സ്ക്രൈബിനെ വെച്ച് പരീക്ഷ എഴുതുന്നു എന്ന് പറഞ്ഞു. അപ്പൊ വെച്ചു 300-നടുത്ത് കുട്ടികൾ, കാരണം ഈ നമ്പർ ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. ഞാനിപ്പോഴും ആ വാർത്ത വിശ്വസിച്ചിട്ടില്ല. പക്ഷേ എന്റെ സുഹൃത്തായ ഈ ഫീൽഡിലുള്ള അവിടെ ഇൻവിജിലേറ്റർ ആയിട്ട് പോയ ഒരാൾ പറഞ്ഞത് 300-നടുത്ത് കുട്ടികൾ അവിടെ സ്ക്രൈബിന് വെച്ച് പരീക്ഷ എഴുതുന്നു. എന്താണ് റീസൺ എന്ന് ചോദിച്ചാൽ, ഒന്ന്, സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം 100% സക്സസ് റേറ്റ് എന്നുള്ളത് ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം, അതിനേക്കാൾ ഉപരി കുട്ടികൾക്ക് തോൽക്കാൻ അറിയില്ല എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക, ഇന്നത്തെ കാലത്ത് 2027 മാർച്ചിൽ പരീക്ഷ എഴുതി മെയ് മാസത്തിൽ റിസൾട്ട് വരുന്നിടത്ത് ഒരു കുട്ടി തോറ്റു എന്ന് പറഞ്ഞാൽ ആ കുട്ടി മാത്രമാണോ തോൽക്കുന്നത്, അത് എങ്ങനെയൊക്കെയാണ് അത് അഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ കുടുംബത്തിന്, പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക്, പിന്നീട് സമീപ ദിവസങ്ങളിലുള്ള ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ കഴിയില്ല. കാരണം ഈച്ച് ആൻഡ് എവരി വൺ ഈസ് വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട് എന്നുള്ളതാണ്. എല്ലാവരും ചോദിക്കാണ്. അഥവാ തോറ്റാൽ അത് മറച്ചു വെക്കാനും കഴിയില്ല. എന്തുകൊണ്ട് തോറ്റു എന്നുള്ള ഒരു ചോദ്യത്തിനപ്പുറത്തേക്ക്, എങ്ങനെ തോറ്റു എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ തോറ്റാൾ എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു പ്രശ്നം കൂടി ഉണ്ട്. അപ്പോ പ്ലന്റി ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്, പക്ഷേ ഒരു ഇമോഷണൽ ബാലൻസിങ് എന്ന് പറയുന്ന ഒരു സംഗതി ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്നാണ് കൺവീനിയൻസ്. ഞാൻ ആ ഉദാഹരണം ജസ്റ്റ് അവിടെ അവസാനിപ്പിക്കുകയാണ്. SSLCയുടെ റിസൾട്ട് ഞാനവിടെ പറഞ്ഞത്, ആ ഒരു SSLCയുടെ റിസൾട്ടിലേക്ക് ഇനി ആ ഒരു പഴയ 210-ന്റെ കാലം എന്ന് പറഞ്ഞാൽ കുട്ടികൾ നിരന്തരമായിട്ട് തോൽക്കുന്ന ഒരു കാലം വരണമെങ്കിൽ, അതിനെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു 5-10 വർഷം തോറ്റ് ശീലിക്കുന്ന ഒരു ഘട്ടം നമ്മുടെ മുമ്പിൽ റിസൾട്ട് ഉണ്ടായെങ്കിൽ മാത്രമേ അതിനെ റെക്കമഡേറ്റ് ചെയ്യാൻ ഈ ജനറേഷന് സാധിക്കൂ എന്നുള്ളതാണ്. കാരണം തോൽവികൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ പഠന മേഖലയിലേക്ക് തന്നെ കുട്ടികൾ വരില്ല. ഇന്നലത്തെ പത്രത്തിൽ ഒരു കണക്ക് വന്നിരുന്നു. ഈ 2024-25 അധ്യയന വർഷത്തിൽ, കഴിഞ്ഞതിന് മുമ്പത്തെ അധ്യയന വർഷത്തിൽ പഠന മേഖലയിൽ നിന്ന് വിട്ടുനിന്നത് ഏകദേശം 2700 ചില്ലാനം കുട്ടികളാണ് കേരളത്തിൽ എന്ന് പറഞ്ഞത്. ഈ 2700 ചില്ലാനം കുട്ടികൾ എവിടെ പോയി എന്ന് ചോദിച്ചാൽ, അവരാരും SSLC എഴുതണ്ടാത്തവരൊന്നല്ല. ഹോം സ്കൂളിംഗ് ഉണ്ട്, അതിന്റെ ഗുണങ്ങളും വശങ്ങളെ കുറിച്ചൊന്നും നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നില്ല. ഇങ്ങനെ തുടങ്ങി പല വിഷയങ്ങളുണ്ട്. അതിൽ തന്നെ 700-ഓളം കുട്ടികൾ പഠനം ഉപേക്ഷിച്ചവരാണെന്നുള്ളതാണ്. 10ാം ക്ലാസ്സിന് മുമ്പേ പഠനം ഉപേക്ഷിച്ചവരെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ ഈ പഠനം ഉപേക്ഷിച്ചവർ എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും ഈ പറയുന്ന പഠനത്തിന് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഉപേക്ഷിച്ച് പോയവർ മാത്രമല്ല, പരാജയം പേടിച്ചു പോയവരുടെ ഡാറ്റ കൂടി അതിൽ വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് കുട്ടികൾ പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കുന്ന ഒരു ചോദ്യം അവിടെ വരുന്നിടത്ത്, അവർക്ക് ഇതിനെ ഫേസ് ചെയ്യാനും ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു സിറ്റുവേഷൻ നാട്ടിൽ ഇല്ല എന്നുള്ളത് കൂടെ ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അത്രയും രക്ഷിതാക്കളും അധ്യാപകരും ബോധേഡ് ആവണം എന്നുള്ളതാണ്. അധ്യാപകർ ബോധേഡ് ആവുന്നിടത്ത് ലിമിറ്റ് ഉണ്ട്. ഈ കുട്ടി തോറ്റാലും പ്രശ്നമില്ല എന്ന് ഒരു ടീച്ചർക്ക്, ഒരു സ്ഥാപനത്തിന് പറയാൻ കഴിയില്ല. കാരണം ദാറ്റ് വിൽ അഫക്ട് ദ റിസൾട്ട് ഓഫ് ദ സ്കൂൾ എന്നുള്ള ഒരു പ്രശ്നം കൂടി ഉണ്ട്. എന്നാൽ ഈ തോൽവിയൊന്നും പ്രശ്നമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തേക്ക് തിരികെ പോകുക എന്നുള്ളതും പ്രായോഗികമല്ല. നമ്മൾ ഈ കാലത്ത് നിന്നുകൊണ്ട് അഡ്രസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുള്ളൂ എന്നുള്ളതാണ്. മറ്റൊരു പ്രശ്നമായിട്ട് പറയുന്നത് കൺവീനിയൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ സൗകര്യങ്ങളാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശദീകരിക്കാനാവാത്ത. കാരണം നമ്മൾ ഒരു ഇടത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ മാപ്പ് മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു 4 തലമുറ അപ്പുറത്തേക്ക് പറയുന്നത് പോലെ തന്നെയാണ് മുമ്പ് കാലത്തുള്ള, അല്ലെങ്കിൽ നമ്മളടക്കമുള്ള ആളുകൾ ചിലയിടത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു പ്രത്യേകിച്ച്, നമ്മളൊക്കെ നാടൻ ഭാഷയിൽ മലപ്പുറത്തൊക്കെ പറയണ്ട, അയാളെ കണ്ണും കെട്ടി വിട്ടാലും അവിടേക്ക് പോകുന്നില്ല, അവിടേക്ക് എത്തും എന്ന് പറയാറുണ്ട്. എന്നാൽ ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ദൂരമാണ് യാത്ര ചെയ്യുന്നതെങ്കിലും സിംപ്ലി യൂസിങ് ദിസ് ഗൂഗിൾ മാപ്പ്. അതിന്റെ റിസൾട്ട് എന്താ വെച്ചാൽ, ദാറ്റ് ഇസ് കൺവീനിയൻസ് ഇസ് ദയർ. അത്രയും സൗകര്യം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ആ സൗകര്യത്തിനപ്പുറത്തേക്ക് പോകുക, അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഈ ഗൂഗിൾ മാപ്പ് അങ്ങ് ഓഫായി പോയാൽ 10 തവണ പോയടാണെങ്കിലും നമുക്ക് പിന്നീട് അത് അറിയില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാല് നമുക്കൊരു ഇൻസ്റ്റന്റ് സൊല്യൂഷൻ എന്നുള്ള സംഗതിയിലേക്ക് നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലേക്ക് കുട്ടികൾ, അല്ലെങ്കിൽ ഈ ഒരു ജനറേഷൻ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് ആണ്. എന്ന് പറഞ്ഞാൽ മുമ്പ് കാലത്ത് നമുക്ക് കേൾവി മാത്രം ഉണ്ടായിരുന്ന രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾ പോയി പഠിക്കുകയാണ്. 10ാം ക്ലാസ്സോ പ്ലസ് 2 കഴിഞ്ഞാൽ, ഡിഗ്രി ഒന്നും വേണ്ട. പക്ഷേ ഈ ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് ഉണ്ടായിരിക്കുമ്പോ തന്നെ നമ്മളെ ജനിച്ചു വളർന്ന ആ ഒരു ട്രഡീഷണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തുള്ളവരോട് ബന്ധമില്ലാതായി പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ തന്നെ ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ്. ഇങ്ങനെ ഈ ക്രോസ് റോഡ്സുകളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ കുറേ സംഗതികൾ പറയാനുണ്ട്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മറ്റൊരു വിഷയമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ നമുക്ക് ChatGPT സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ എന്നെ കുറിച്ച് അഭിപ്രായം പറയുന്ന ChatGPT ചോദിച്ചാൽ വിശദമായിട്ട് പറഞ്ഞു തരും.
അവിടെ എല്ലാം അവൈലബിൾ ആണ്. ഇതിനെക്കുറിച്ച് ബോധ്യമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും. പക്ഷേ അവിടെ നമുക്ക് അടിസ്ഥാനപരമായിട്ടുണ്ടായിരിക്കേണ്ട നമ്മുടെ ക്യൂരിയോസിറ്റിയെ റീപ്ലേസ് ചെയ്യാൻ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സാധ്യമല്ല എന്നുള്ളതുണ്ട്. ദെൻ എത്തിക്കലായ സംഗതികളെ റീപ്ലേസ് ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സാധ്യമല്ല എന്നുള്ളത്. ഇമോഷൻസിന് ഡീൽ ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സാധ്യമല്ല എന്നുള്ളത്. ഇങ്ങനെ ഈ ഒരു പരസ്പരം കണ്ടുമുട്ടുന്ന, വഴിയറിയാതെ നിൽക്കുന്ന, ഏത് വഴി പോകണമെന്ന് കൺഫ്യൂസിങ് ആവുന്ന ഈ ജനറേഷൻ നേരിടുന്ന കുറെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി പോകുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്ന ഒരു ചോദ്യമുണ്ട്. അതിനു മുമ്പേ ഇവരുടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കാം. അതായത് ഒന്ന്, ദേ ആർ വെരി ഫാസ്റ്റ് ആണ്. അവര് മാത്രമല്ല ഫാസ്റ്റ് ആവുന്നത്, അവരെ ഡീൽ ചെയ്യുന്ന നമ്മളും ഫാസ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു റെസ്റ്റോറന്റിൽ കയറിയാൽ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. നമ്മൾ വീണ്ടും ക്ഷമിച്ചേക്കാം, പക്ഷെ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ ചെറിയ മക്കള് ഒരല്പസമയം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഒരല്പം വൈകി കഴിഞ്ഞാൽ അതിനോട് അവരെങ്ങനെ പ്രതികരിക്കുന്നു നോക്കിയാൽ മതി. ഒരു 100 മീറ്റർ മാത്രം ബൈക്കിൽ സഞ്ചരിക്കേണ്ട ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി, അതൊരു പക്ഷെ ബൈക്കിൽ പോകുന്നത് ജനറേഷൻ അൽഫ മാത്രം ആയിക്കൊള്ളുന്നില്ല, ഈ ജെൻ സിയുടെ അവസാന ഘട്ടത്തിലുള്ള ആളുകൾ കൂടി അതിന്റെ ഭാഗമായിരിക്കാം. അവർ പോകുന്നത് 100-110 സ്പീഡിലാണ്. ദേ ആർ റണ്ണിങ് സംവെയർ എൽസ്. ഒരു കാർ ഓടിക്കുന്ന ഒരു ജനറേഷൻ ആണെങ്കിൽ they don't know how to go slow. മെല്ലെ പോവുക എങ്ങനെയെന്നുള്ളത് എന്തല്ല, അവരെ സംബന്ധിച്ചിടത്തോളം സാധ്യമേ അല്ല എന്നുള്ള ഒരു സംഗതിയാണ്. അത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ, നമ്മൾ ജിയോ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന ഒരു കാലം ഓർത്താൽ മതി. നമ്മള് ഒരു മാസം കൊണ്ട് 1 GB ഉപയോഗിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇത് അധികം വളരെ പുറകിലേക്കൊന്നും പോകണ്ട. ഒരു 2010-ന്റെയും 15-ന്റെയും ഇടയിലുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നടന്നാൽ മതി. അതല്ലെങ്കിൽ ഒരു 15-ന്റെ 20-ന്റെ ഇടയിലേക്ക് നമ്മളൊന്ന് വന്നാൽ മതി. ജിയോ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു നമ്മുടെ ഉപയോഗം, ഇന്റർനെറ്റിന്റെ ഉപയോഗം എന്നുള്ളത് നമ്മളൊന്ന് വെറുതെ ഒന്ന് പ്രതീക്ഷിച്ചിരുന്നാൽ മതി. അവിടെ ഇൻ കേസ് നെറ്റുള്ള സമയത്ത് നമ്മളൊരു വീഡിയോ ക്ലിക്ക് ചെയ്യുക, അതിങ്ങനെ ബഫർ ചെയ്തുകൊണ്ടിരുന്നു. അതിന് ക്ഷമിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിരുന്നു. അതിനിടയിലേക്ക് ജിയോ വരുന്നു. മാസത്തിൽ 1 GB ഉപയോഗിച്ചിരുന്നത് ആദ്യഘട്ടത്തിൽ 1 GB ഒരു ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് അവർ കൊടുത്തു. നമുക്ക് അന്ന് 1 GB മതിയായിരുന്നു. പിന്നീട് ഗ്രാജുവലി അത് 2 GB ആയി കൊടുത്തു. 2 GB ആയി കൊടുത്തപ്പോഴേക്കും മറ്റേ നെറ്റ്വർക്കുകളെല്ലാം ഡൗൺ ആയി. അങ്ങനെ ജിയോയുടെ മാത്രം സ്വാധീനത്തിലേക്ക് കാര്യങ്ങൾ എത്തി. ഇവരിതിന് ഒരു പെർ മന്തിലേക്ക് വൻ സംഖ്യ ഈടാക്കാൻ തുടങ്ങി. പക്ഷെ അതിനു മുമ്പായിട്ട് നമ്മൾ എന്തായിരുന്നു, ഡെയിലി 2 GB കിട്ടിയാൽ അല്ലെങ്കിൽ 1 GB കിട്ടിയാൽ മതിയാവാത്തവരായിരുന്നു. ഇന്ന് അൺലിമിറ്റഡ് GB ആണ് കിട്ടുന്നത്. പക്ഷെ അൺലിമിറ്റഡിനൊപ്പം അതിന്റെ സ്പീഡും കൂടെ ഒരു പ്രശ്നമാണ്. അതിങ്ങനെ ഒന്ന് ബഫർ ചെയ്താൽ നമുക്ക് തന്നെ ക്ഷമ നഷ്ടപ്പെടുന്നുണ്ട്. അവിടെ നിന്ന് തുടങ്ങി നമ്മളും ഓട്ടോമാറ്റിക്കലി ഈ ഒരു സംഗതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, ദേ ആർ സീക്കിംഗ് ഫ്രീഡം എവരിവെയർ. എന്തിനും ഫ്രീഡം. അതായത് കുട്ടികൾ നമ്മൾ ചോദ്യം ചെയ്യുന്നു, എന്തെങ്കിലും ചെയ്താൽ എന്താ. മുമ്പ് കാലത്ത് നമുക്കറിയാം, സ്വാഭാവികമായിട്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ, അതിന്റെ ശരി തെറ്റുകളെ കുറിച്ചൊന്നും, എത്തിക്കലായ കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അതായത് ഒരു പരസ്പര ബന്ധമില്ലാത്ത, രക്തബന്ധമില്ലാത്ത ഒരു സ്ത്രീ പുരുഷൻ ഒന്നിച്ചൊരു യാത്ര ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അതാണ് ശരി, ഇതാണ് തെറ്റെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് അന്ന് അതൊരു പ്രശ്നമായിരുന്നു. ഒരു നാട്ടിലെ സാമൂഹിക പ്രശ്നമായിരുന്നു. നാട്ടിലത്തെ ഏതെങ്കിലും രണ്ടാളുകൾ ഒന്നിച്ചൊരു ബൈക്കിൽ പോയത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ നാട്ടിൽ പരിഹരിക്കാനാവാത്ത, ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു അത്. എന്നാൽ ഇന്ന് നമ്മുടെ മക്കള് ഒരു സ്പെഷ്യൽ ക്ലാസ്സിന് അവരൊരു സ്കൂട്ടർ എടുത്ത് പോകാന്ന് വിചാരിക്കാം. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും 15 വയസ്സുള്ളവരെ കുറിച്ചല്ലേ പറയുന്നത്, അവർ സ്കൂട്ടർ എടുത്ത് പോകും. അങ്ങനെ ആരും ചിന്തിക്കുന്നവർ ഇതിനകത്ത് ഉണ്ടാവില്ല എന്നുള്ളത് എനിക്കറിയാം. എന്നാൽ ഈ പോകുന്ന ആളുകൾ ക്ലാസ്സിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി ഒന്നിച്ചൊരു വണ്ടിയിൽ പോയി. നമ്മൾ ചോദിക്കാം, എന്താ നിങ്ങൾ ഒന്നിച്ച് പോകുന്നത് ചോദിച്ചാല് ദേ ആർ സിംപ്ലി അസ്റ്റോണിഷ്ഡ്. എന്താ അങ്ങനെ പോയാൽ, വാട്ട് ഇസ് എ പ്രോബ്ലം ദയർ? അങ്ങനെ പോയാൽ എന്തോ ഇല്ലേ എന്നുള്ളതൊന്നല്ല പ്രശ്നം. സോ ദേ തിങ്ക് ദാറ്റ് ദേ നീഡ് ഫ്രീഡം എവരിവെയർ. ആരോട്, എന്ത്, എങ്ങനെ, എവിടെ, എപ്പോ സംസാരിക്കാനും ദേ ഹാവ് ദ റൈറ്റ്, ദേ ഹാവ് ദ ഫ്രീഡം എന്നുള്ളതാണ്. ആ ഒരു ഫ്രീഡം ഒരു നിയന്ത്രണമില്ലാത്ത സ്വാതന്ത്ര്യത്തിലേക്ക് ഇവർ വല്ലാതെ പോയി എന്നുള്ളതാണ്. മറ്റൊന്ന് തുടങ്ങി വെച്ചപ്പോ ഞാൻ പറഞ്ഞു, കമ്പാരിസൺ ആണ്. മുമ്പ് നമ്മളാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ ഇന്ന് കുട്ടികൾ നമ്മളെ കമ്പയർ ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ജനറേഷൻ വല്ലാതെ കമ്പയർ ചെയ്യുന്നു. ആ സ്കൂളിൽ അങ്ങനെ ഉണ്ടല്ലോ, ഇവിടെ എന്താ ഇല്ലാത്ത. ഞാൻ ഇത്തവണ ഈ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാം എല്ലാ സ്ഥാപനങ്ങളും വെച്ചു. ഞാനത് വെച്ചില്ല. ഇവിടെ ഗെയിം പോലെ അത് വെച്ചില്ല. ഞാൻ സ്വാഭാവികമായിട്ട് എത്രത്തോളം പോകുന്നു വിചാരിച്ചിരുന്നു. കാരണം അതിലൊന്നുമില്ല, നമ്മളൊരു 10,000 റുപ്യ മുടക്കുന്നു, എന്നിട്ടൊരു സൗണ്ട് സെറ്റ് കൊണ്ടുവരുന്നു, പാട്ട് വരുന്നു, ദെൻ ഈ പാട്ടിന്റെ കൂടെ വരും, വെറുതെ ചാടുന്നു, കുറെ പുക പോകുന്നു. നമുക്ക് അത്രയാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ. പക്ഷെ ഈ ജനറേഷൻ എവറിത്തിങ് ഇസ് ദെയർ. അങ്ങനെ എന്നോട് ആദ്യം ഇത് ചോദിക്കാൻ തുടങ്ങിയ പെൺകുട്ടികളാണ്, എന്താ സാറേ നമ്മുടെ സ്കൂളിൽ മാത്രം അതില്ലാത്ത, എന്താ അതുകൊണ്ട് അങ്ങനെ ഇല്ലാത്ത? കുട്ടികൾ മാത്രമല്ല,
പാരന്റ്സും വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവസാനം നമ്മളും ഇത് വെച്ചു. കാരണം നാടോടുമ്പോ നടുവേ എന്നാണല്ലോ, നമ്മൾ അത് വെക്കേണ്ടി വന്നു എന്നുള്ളതാണ്. സോ ഈ കമ്പാരിസൺ എല്ലായിടത്തും കമ്പയർ ചെയ്യുന്നു. കുട്ടികൾ അവരുടെ പാരന്റ്സിനെ കമ്പയർ ചെയ്യുന്നു, ഫ്രണ്ട്സിനെ ഒന്നിനെ കുറിച്ചും ഒരു പേടിയും ഇല്ലാത്ത ആളുകൾ റെഡിയാണ്, കൊല്ലണോ റെഡിയാണ്. മുമ്പ് കാലത്ത് കോളേജുകളിലും സ്കൂളുകളിലൊക്കെ അടിയൊക്കെ ഉണ്ടായിരുന്നു, പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു, അടി ഉണ്ടായിരുന്നു. എന്നാൽ അന്നൊന്നും നമ്മൾ ആരും കൊല്ലപ്പെട്ടിരുന്നത് കേട്ടിരുന്നില്ല. ഇന്ന് അതിമാരകമായ രീതിയിലാണ് ഈ സംഗതികളൊക്കെ ഈ ജനറേഷന്റെ കയ്യിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ദേ ഹാവ് നോ ഫ്രീ എയർ അബൌട്ട് എനിത്തിങ് എന്നുള്ളതാണ്. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഈ കുടുംബം അവരുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് അവിടെ ഒരു പ്രശ്നം. എന്നാൽ ഇതിനൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ രണ്ട് വിഭാഗമാണ്, രക്ഷിതാക്കളും അധ്യാപകരും. ഇവർക്കും ഇതേ കൺഫ്യൂഷൻ ഉണ്ട്. ഹൂ ഈസ് എ ഗുഡ് ടീച്ചർ, ഹൂ ഈസ് എ ഗുഡ് പാരന്റ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മള് പല പാരന്റ്സിന് തെറ്റിദ്ധരിക്കുന്ന ഉത്തരമുണ്ട്. അതായത് ഈ സമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പാരന്റിങ് ചെയ്യുന്ന, ടീച്ച് ചെയ്യുന്ന ചില ആളുകളുണ്ട്. ചിലർ വിചാരിക്കും ഇതെല്ലാം കൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ട് കൊണ്ടുപോകുന്നിടത്താണ് ഐ എം എ ഗുഡ് ടീച്ചർ ഓർ ഐ എം എ ഗുഡ് പാരന്റ് എന്നുള്ളത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുന്നവരുണ്ട്. എനിക്കറിയാം കുറെ പാരന്റ്സിന് ഏറ്റവും കൂടുതൽ സൗഹൃദം ആ കുട്ടികളുടെ സുഹൃത്തുക്കളുമായിട്ടുള്ളവരുണ്ട്. അവര് പറയാം അവരുടെ ഡാഡി അല്ലെങ്കിൽ വാപ്പ അടിപൊളിയാണ്, ഞാൻ ഇവരുടെ ഏറ്റവും ഫ്രണ്ട്സ് ആയിരിക്കും, ഏറ്റവും വലിയ കമ്പനി ആയിരിക്കും. ഫ്രണ്ട് ആവണ്ട, കമ്പനി ആവണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ചിലര് ചിന്തിക്കുന്നത് കുട്ടികളുടെ എല്ലാ ഇഷ്ടങ്ങളും നടത്തി കൊടുക്കുന്നിടത്താണ് ഒരു നല്ല ടീച്ചർ ആവുന്നത് അല്ലെങ്കിൽ ഒരു നല്ല പാരന്റ് ആവുന്നത് എന്നുള്ളതാണ്. അവിടെയും കൺഫ്യൂസിങ് ആണ്. അപ്പൊ കുട്ടികൾ മാത്രമല്ല ഈ ക്രോസ് റോഡുകളെ ഫേസ് ചെയ്യുന്നത്, നമ്മളും ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു പ്രശ്നം കൂടി നമുക്കിടയിൽ ഉണ്ടായിരിക്കുമ്പോൾ ഇതിനിടയിലുള്ള ഒരു സംഗതി ഉണ്ട്. വെൻ നോ ഈസ് റിക്വയർഡ്, അവിടെ ആ നോ പറയേണ്ടടുത്ത് പറയാൻ സാധിക്കുന്ന പാരന്റും ടീച്ചറും മാത്രമാണ് ഇതിൽ സക്സസ്ഫുൾ ആവുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു 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 ജനറേഷനെ നമ്മൾ ഡീൽ ചെയ്ത് ഈ ഒരു സംഗതി അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ഒരു കൺക്ലൂഡിങ് പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുക, പാരന്റിനും ടീച്ചേഴ്സിനും ഈ ജനറേഷനെ മാറ്റാൻ കഴിയുമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ചേഞ്ച് ദം. അവരെ മാറ്റുക എന്നുള്ളത് സാധ്യമല്ല. കാരണം അവർ ജനിച്ചു വളർന്ന കാലഘട്ടത്തിൽ ഇതാണ് അവരുടെ ജനറേഷൻ. ഇനി വരാൻ പോകുന്ന ഇപ്പൊ ജനിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജനറേഷൻ, ബീറ്റ ജനറേഷനിൽ ഇതിനേക്കാൾ തീവ്രമായ രീതിയിലേക്ക് അത് പോകും. കാരണം അവർ 5Gയുടെ കാലത്താണ് ജനിക്കുന്നത്. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തത് ഇന്റർനെറ്റ് വന്ന കാലത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, മൊബൈൽ വന്നതിനെയാണ് പറയുന്നതെങ്കിൽ, ഇപ്പൊ ജനിക്കാൻ പോകുന്നത് 5Gയുടെ കാലമാണ്. ഇത് ഇനി ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ പാരന്റ്സിനും ടീച്ചേഴ്സിനും ഈ പറയുന്ന AI-ക്കും ഈ പറയുന്ന റോബോട്ടിക്സിനും ഈ പറയുന്ന ഇന്റർനെറ്റിനും കൊടുക്കാൻ കഴിയാത്തത് കൊടുക്കുക എന്നുള്ളതാണ് പാരന്റ്സ്. ഞാൻ ആ പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിൽ ഏറ്റവും പ്രധാനം ഒന്ന് ലവ് ആൻഡ് ഇമോഷണൽ സെക്യൂരിറ്റിയാണ്. ഇത് ഈ പറയുന്ന സംഗതിക്ക് കൊടുക്കാനായിട്ട് കഴിയില്ല. 2 മോറൽ ഗൈഡൻസ് ആൻഡ് വാല്യൂസ് ആണ്. ഇത് കൊടുക്കാൻ രക്ഷിതാക്കൾക്കും പാരന്റ്സിനും സാധിക്കുള്ളൂ. 3 ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ക്യൂരിയോസിറ്റിയാണ്. ഇത് ഇവരിൽ വളർത്താൻ അവർക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ്. മറ്റൊന്ന് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. കുട്ടികൾക്ക് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പർപ്പസ്ഫുള്ളി ഡിസിപ്ലിൻ ആൻഡ് റെസിലിയൻസ്, അതായത് ലൈഫിൽ റെസിലിയൻസ് കൂടി ശീലിപ്പിച്ചു കൊടുക്കുക എന്നുള്ളിടത്താണ്. അതായത് ഡിജിറ്റൽ യുഗത്തിന് നൽകാൻ കഴിയാത്ത സംഗതി പാരന്റ്സിന് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് മാത്രമാണ് സൊല്യൂഷൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം, ഒരു എഞ്ചിനീയറിംഗ് പഠിക്കാതെ ഒരു പ്ലാൻ വരച്ചാൽ, ഒരു ഡോക്ടർ MBBS അല്ലെങ്കിൽ അയാളുടെ അനിവാര്യമായ ബിരുദമില്ലാതെ അയാൾ മരുന്ന് കുറിച്ച് രോഗിയെ പരിശോധിച്ചാൽ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് പോലെയാണ് ഈ ജനറേഷനെ പഠിച്ചുകൊണ്ട് മാത്രമേ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും, അതല്ലെങ്കിൽ അവരെ കുറിച്ച് കൃത്യമായ അറിവും ട്രെയിനിങ്ങും പരിശീലനവും കിട്ടിക്കൊണ്ട് മാത്രമേ ഈ പറയുന്ന ജനറേഷനെ ഡീൽ ചെയ്യാൻ സാധിക്കൂ എന്ന് തിരിച്ചറിയുകയും ആ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് എത്തുകയും ചെയ്യുന്നിടത്ത് മാത്രമാണ് മാറിക്കൊണ്ടിരിക്കുന്ന ജനറേഷന്റെ കൂടെ ധർമ്മസങ്കടത്തിലാവുന്ന നമുക്ക് മുന്നോട്ട് പോകാനാവൂ എന്ന റിയലൈസേഷനിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാവൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ് മീ. താങ്ക് യു. താങ്ക് യു സർ. എല്ലാവർക്കും അറിയുന്ന പോലെ ഇന്നത്തെ ഗസ്റ്റ് അബ്ദുള്ളക്കുട്ടി സാറ് നമ്മുടെ പാർട്ടിസിപ്പൻസിൽ ഒരാളാണ്. ഗ്രൂപ്പിൽ ആർക്കെങ്കിലും നമ്മുടെ ഗസ്റ്റായിട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് തന്നെ നമ്മൾ വില്ലിങ്നെസ് അറിയിച്ച് ഇത്രയും രാവിലെ ഞങ്ങളുടെ കൂടെ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തതിൽ ആദ്യമേ താങ്ക്സ് പറയാണ്. Every generation inherits a world from the previous one.
ബട്ട് എവറി ജനറേഷൻ ഓൾസോ ക്രിയേറ്റ്സ് എ ന്യൂ വേൾഡ് ഓഫ് ഇറ്റ്സ് ഓൺ. അതെ, ഇന്നത്തെ ഡിവിഷൻ പ്രഭാതം നമ്മെ ഒരു വലിയ തിരിച്ചറിവിലേക്കാണ് നയിച്ചത്. ജനാൽഫ എന്നത് തിരുത്തേണ്ട ഒരു തലമുറയല്ല, മനസ്സിലാക്കേണ്ട ഒരു തലമുറയാണ്. അവർ സ്ക്രീനുകളെ സ്പർശിക്കുന്നതിൽ വിദഗ്ധരാണ്, എന്നാൽ ഹൃദയങ്ങളെ സ്പർശിക്കാൻ നമ്മൾ അവരെ പഠിപ്പിക്കണം. അവർക്ക് വിവരങ്ങൾ അനന്തമാണ്, എന്നാൽ വിവേകം പകരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവർ വിജയത്തിന്റെ ഉയരങ്ങൾ സ്വപ്നം കാണുന്നു, എന്നാൽ തോൽവിയെ സ്വീകരിക്കാനുള്ള കരുത്ത് നാം പകർന്നു കൊടുക്കേണ്ടിയിരിക്കുന്നു. കവി ഖലീൽ ജിബ്രാന്റെ വാക്കുകൾ ഓർക്കട്ടെ: നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കളല്ല, അവർ ജീവിതത്തിന്റെ സ്വന്തം ആഗ്രഹത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാണ്. ആ ആഗ്രഹങ്ങൾക്ക് ശരിയായ ദിശയും ഹൃദയവും മൂല്യങ്ങളും നൽകാനുള്ള ഉത്തരവാദിത്തം നമ്മുടേതാണെന്ന് ഇന്ന് വീണ്ടും ബോധ്യപ്പെടുത്തിയ പ്രിയപ്പെട്ട അതിഥി അബ്ദുള്ളക്കുട്ടി സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഈ വേദി മനോഹരമായി ഒരുക്കിയ നമ്മുടെ പ്രിയപ്പെട്ട പ്രോഗ്രാം ഡയറക്ടർക്കും അണിയറയിൽ പ്രവർത്തിച്ച മുനീർ സാർ അടക്കമുള്ള ഡിവിഷൻ ടീമിനും ഈ പ്രഭാതത്തെ അർത്ഥപൂർണമാക്കിയ എല്ലാ പ്രിയപ്പെട്ട പങ്കാളികൾക്കും പാർട്ടിസിപ്പൻസിനും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഡിവിഷന്റെ പേരിലും സിജിയുടെ പേരിലും അറിയിക്കുകയാണ്. വിജ്ഞാനം വിവരങ്ങളിൽ നിന്നല്ല ജനിക്കുന്നത്, സംവാദങ്ങളിൽ നിന്നാണ്. അതെ, നമ്മുടെ പാർട്ടിസിപ്പൻസ് ഗ്രൂപ്പിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളാവാം, അവിടെ അഭിപ്രായങ്ങളാവാം. ഇന്നത്തെ സംവാദം നമ്മുടെ ഉള്ളിൽ പുതിയ ചിന്തകളുടെ വിത്തുകൾ പാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഒരു നല്ല ദിനം ആശംസിക്കുന്നു.